ഹലോ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമൊക്കെ ആയിട്ടുണ്ട് അല്ലേ? എന്നാലും 2024 എൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് കേട്ടത്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതാ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. പിന്നെ എന്നും പറയുന്ന പോലെ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാൻ വേണ്ടിയിട്ട് നോക്കുക. കണ്ടിഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതാ ഇന്ന് വീഡിയോ എടുത്ത് തുടങ്ങുന്നത് ഒരു 10:30 ആകുമ്പോഴാണ് കേട്ടോ. മക്കൾ രണ്ടാളും സ്കൂളിൽ പോയിട്ടുണ്ട്, പിന്നെ ഇക്ക ഓഫീസിലും പോയിട്ടുണ്ട്. മോന് കിടന്നുറങ്ങാണ്. അപ്പം ഞാൻ വെറുതെ ഒന്ന് വിൻഡോ തുറന്നു നോക്കിയപ്പം പുറത്ത് നല്ല മഴയാണ്. പുറത്ത് ഞാൻ വെച്ചിട്ടുള്ള ആ ഒരു കറ്റാർവായൻ്റെ ചെടിയൊക്കെ ഉണ്ടായിരുന്നില്ല, അതൊക്കെ ഉണങ്ങി പോയിട്ടുണ്ട് കേട്ടോ. കുറച്ച് മുന്നേ നല്ല ചൂടായിനല്ലോ, അതുകൊണ്ടാവും. ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കലുണ്ട്, പിന്നെന്താ സംഭവിച്ചതെന്ന് അറിയില്ല. അപ്പോൾ ഇതാ പുറത്ത് മഴ ഉണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് റോഡിൻ്റെ അവിടെ വന്നിട്ട് ഒന്ന് വീഡിയോ ഒക്കെ എടുക്കാമെന്ന്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഏകദേശം മഴയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ കാണാൻ നല്ല രസമുണ്ട്. നമ്മളെ നാട്ടിലെ ഒരു മഴക്കാലം ഉണ്ടല്ലോ, അത് ഓർമ്മ ആവട്ടോ ഇങ്ങനെ കാണുമ്പോൾ. ഇവിടെ എപ്പോഴും ഇങ്ങനെ മഴ പെയ്യൂലല്ലോ, എപ്പോഴെങ്കിലല്ലേ പെയ്യുള്ളൂ. ഇനി തണുപ്പ് കൂടും കേട്ടോ, അതിന് വേണ്ടിയിട്ടുള്ള മഴയാണ്. പിന്നെ ഇന്ന് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. അത് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. സത്യം പറയാലോ, ഇന്ന് നല്ല മടിയുള്ള ദിവസം. ഇനി വീഡിയോ എടുക്കാനും പിന്നെ ഫുഡ് ഉണ്ടാക്കാനും ഒക്കത്തിനൊരു മടി തോന്നുക. അതുകൊണ്ട് ഇന്ന് രാവിലെ ഒരു തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യണം കേട്ടോ. പിന്നെ മക്കൾക്ക് സ്കൂളിലേക്ക് കൊടുത്തു വിട്ടതും ഒരു തട്ടിക്കൂട്ട് സംഭവം തന്നെയാണ്. അതുകൊണ്ടൊന്ന് ഉച്ചക്കൽക്ക് വല്ലാണ്ട് തട്ടിക്കൂട്ടാൻ പറ്റൂലല്ലോ, കുറച്ച് കാര്യമായിട്ട് തന്നെ ഉണ്ടാക്കണ്ടേ. അധികമൊന്നുമില്ല, കുറച്ച് ഐറ്റംസ് ഉണ്ടാക്കണുള്ളൂ. കിച്ചണിലെ ഷെൽഫ് തുറന്നു നോക്കിയപ്പം സോയാ ചങ്ക്സ് ഉണ്ടായിനി. അത് ദിയമോക്കും ഇക്കാക്കൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ അത് വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. കുറച്ച് ഉപ്പിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇതാ പൊട്ടാറ്റോ സ്റ്റൂ ആണ് വെക്കുന്നത്, അതിൻ്റെ കൂടെ ദോശയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റൂവിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ മുന്നേ വ്ളോഗിൽ ഷെയർ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണില്ല. അപ്പോൾ ഇതാ പൊട്ടാറ്റോ ഞാനൊന്ന് വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട്. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ കറിയാണ്. അപ്പോൾ ഇതാ സോയാ ചങ്ക്സ് ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിത്തെ വെള്ളമൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. എന്നാലും ഇതാ ഇതിൻ്റെ ഉള്ളിൽ വെള്ളം എന്താ കണ്ടില്ല, നമ്മളിങ്ങനെ പ്രസ്സാക്കി പിടിക്കുമ്പോൾ വെള്ളം ഇങ്ങനെ വരുന്നത്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഒന്ന് പിഴിഞ്ഞെടുക്കണം. അല്ലാതെ നമ്മൾ ഈ വെള്ളത്തോട് കൂടിയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിൽ മസാല ഒന്നും പിടിക്കൂല. അപ്പോൾ ഇതാ നന്നായിട്ട് പിഴിഞ്ഞിട്ടൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഇതാ ഒരു 2 വലിയുള്ളിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് വാട്ടിയെടുക്കുക. അതിൻ്റെ ശേഷം തക്കാളി ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഈ തക്കാളിയും ഉള്ളിയും നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. പിന്നെ ഞാൻ പച്ചമുളക് ചേർക്കാൻ മറന്നിട്ടുണ്ടായിനി, അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള പൊടികളാണ് കേട്ടോ ചേർക്കുന്നത്. ഒരു 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. ഞാൻ കാശ്മീരി മുളക് പൊടി ആട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ 1/4 ടീസ്പൂൺ ഗരം മസാല. ഇത്രയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. അപ്പം ഞാൻ വീഡിയോ എഡിറ്റ് ആക്കുമ്പോഴാണ് മനസ്സിലായത് മുളക് പൊടി ചേർക്കുന്ന ഭാഗം ഈ ഒരു വീഡിയോയിലില്ല എന്ന്. അപ്പം ഞാൻ മുളക് പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. എന്നിട്ട് ആ മസാലേൻ്റെ ഒക്കെ ഒരു പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമുക്ക് സോയാ ചങ്ക്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. അത് നന്നായിട്ടൊന്ന് മസാലയിൽ മിക്സാക്കിയതിൻ്റെ ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടച്ച് വെക്കുക. കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ സോയാ ചങ്ക്സ് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാനും മറക്കരുത്. അങ്ങനെ പിഴിഞ്ഞെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ മസാല പിടിക്കൂല. ഇനി അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിൻ്റെ കൂടെയും ദോശൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ 2-3 പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ചോറല്ലാട്ടോ ഉണ്ടാക്കുന്നത്, ദോശയാണ്. അപ്പോൾ ഈ ഒരു ദോശ നമ്മളെ നാട്ടിലെ ദോശയാണ് കേട്ടോ. എല്ലാ സ്ഥലത്തും ഇതുപോലെ ഉണ്ടാക്കുമെന്ന് അറിയില്ല. ഏതായാലും ഇന്ന് അത്യാവശ്യം മടിക്കുള്ളൊരു ദിവസമാണല്ലോ, അതുകൊണ്ട് ഈ ഒരു ദോശ ആവുമ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം. ഇത് നമ്മൾ പത്തിരി ഉണ്ടാക്കുന്ന പൊടി ഉണ്ടല്ലോ, ആ ഒരു പൊടിയിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. എന്നിട്ട് തേങ്ങ ഉപ്പിട്ട് കൊടുക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് മിക്സിയിലിട്ട് അടിക്കുകയാണെങ്കിൽ നന്നായിട്ട് പെട്ടെന്ന് മിക്സായി കിട്ടും. ഞാനിതുപോലെ ഇങ്ങനെ ഇളക്കിയെടുക്കുകയാണ് ചെയ്തത്. പിന്നെ മക്കൾ ദോശ ആണെങ്കിൽ അങ്ങനെ കഴിക്കൂല, അപ്പോൾ ഞാനൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ബീട്രൂട്ട് ജ്യൂസ് അടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതാണ് കേട്ടോ ഈ ഒരു പിങ്ക് കളറ്. ഇങ്ങനെ പിങ്ക് കളറിലൊക്കെ കാണുമ്പോൾ ഓർക്ക് രസമായിട്ട് അങ്ങനെ തിന്നോളും. പിന്നെ ഇന്നലത്തെ ചിക്കൻ കറി കുറച്ച് ബാക്കി ഉണ്ടായിനി. അപ്പം അതിലേക്ക് പത്തിരിപ്പൊടി വാട്ടിയിട്ട് ഇതുപോലെ കുഞ്ഞിപ്പത്തിരി ആക്കിയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡി ആക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം.
ഇതാ ഈ ഒരു ഫ്ലവർ പോട്ട് ഉണ്ടല്ലോ, അത് ഞാൻ അഭയാത്തുനിന്ന് വാങ്ങിയതാണ്. ഹാൻഡ് മെയ്ഡാണ് കേട്ടോ. അപ്പോൾ കാണാൻ നല്ല രസമുണ്ട്, അതുകൊണ്ട് വാങ്ങിയതാണ്. വേറോസ് മോളിലുള്ള അഭയാത്തുനിന്നാണ് കേട്ടോ വാങ്ങിയത്. അപ്പോൾ അത് കിച്ചണിൽ കൗണ്ടർ ടോപ്പിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ വെക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ ഒരു ചെടിയും വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒറിജിനൽ അല്ല കേട്ടോ. പിന്നെ പൊട്ടാറ്റോ സ്റ്റൂവിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങാപ്പാലിൻ്റെ ആവശ്യം ഉണ്ടായിന്. ഞാനിവിടെ തേങ്ങാപ്പാലിന് പകരമായിട്ട് ഈ ഒരു കോക്കനട്ട് മിൽക്ക് പൗഡറാണ് കേട്ടോ യൂസ് ചെയ്യൽ. അപ്പോൾ അത് ടിന്നിൽ നോക്കിയപ്പോൾ കാലിയിനി. പിന്നെ ആ ബോക്സിൽ നിന്ന് മാറ്റിയിട്ട് ടിന്നിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് എക്സ്ട്രാ ഒന്ന് സ്റ്റോക്ക് ഉള്ളതുകൊണ്ടാണ് കേട്ടോ എനിക്ക് എടുക്കാൻ പറ്റിയത്. ഞാൻ അധിക സാധനങ്ങളും സ്റ്റോക്ക് വെക്കും കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ മറന്നു പോവും സാധനങ്ങൾ തീർന്നാൽ പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഷോപ്പിങ്ങിന് പോണ സമയത്ത് തന്നെ അത്യാവശ്യമുള്ളത് എന്തായാലും 2 എണ്ണം വാങ്ങി വെക്കല. അപ്പോൾ കുറച്ച് മറിവൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അതിൻ്റെ ഇടയിൽ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ കുഞ്ഞിപ്പത്തിരി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ ചിക്കൻ കറി ചൂടാക്കിയിട്ട് അതിലേക്ക് ഈ കുഞ്ഞിപ്പത്തിരി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. പിന്നെ കുറച്ച് തേങ്ങയും പെരിഞ്ചീരകം കൂടെ ചേർത്ത് അരച്ചതാണ്, അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇത്രയുള്ളൂ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കി വരുന്ന ചെമ്മീൻ കറി ആയാലും ബീഫ് കറി ആയാലും മട്ടൻ കറി ആയാലും ഒക്കെ ഇതുപോലെ ചെയ്യാട്ടോ. അധികം തലേ ദിവസത്തെ കറി ഉണ്ടെങ്കിൽ പിറ്റേന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ഇത് ഉണ്ടാക്കല്. ഇന്ന് ഞാൻ പറഞ്ഞല്ലോ മടിയുള്ള ദിവസം ഇനിന്ന്, അതുകൊണ്ട് രാവിലെ ഞാൻ ഇത് ഉണ്ടാക്കാനൊന്നും മെനക്കെട്ടിട്ടില്ല. പിന്നെ ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർക്കണേ. ഇനി ഇതാ പിങ്ക് ദോശയാണ് കേട്ടോ ചുട്ടെടുക്കുന്നത്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ആവും. ഒരു സൈഡ് വേവിച്ചെടുത്താൽ മതി, മറ്റേ സൈഡിലേക്ക് മറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. ദോശ ഉണ്ടാക്കുന്ന സമയത്ത് മാവ് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് വേണം കേട്ടോ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഇങ്ങനെ പിങ്ക് കളറിൽ ദോശ കാണാൻ തന്നെ നല്ല രസമുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടാവുമല്ലോ ഇങ്ങനെ പിങ്ക് കളറൊക്കെ കാണുമ്പോൾ. ഇവിടെ ജയമോക്ക് തീരെ ഇഷ്ടമില്ല കേട്ടോ ദോശ. ഇങ്ങനെ പിങ്ക് കളറിലൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ പിന്നെയും കുഴപ്പമില്ല. അപ്പോൾ ഇതാ മുഴുവൻ ദോശയും ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. അങ്ങനെ ഉച്ചക്കുള്ള ഫുഡൊക്കെ ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ മുരിങ്ങൻ്റെ ഉപ്പേരിയും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉണ്ടാക്കിയതൊക്കെ ഓരോരോ ബൗളിലേക്ക് മാറ്റിയിട്ട് പാത്രങ്ങൾ അപ്പം തന്നെ കഴുകി വെച്ചിട്ടുണ്ട്. ഇനി സ്റ്റൗ ടോപ്പും കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കാനുണ്ടായിനി. അപ്പോൾ അതൊക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ ചെയ്യാണ്. ആ ഒരു സമയമായപ്പോക്കിന് മക്കളൊക്കെ വന്നിട്ടുണ്ടായിനി. അതിൻ്റെ ഇടയിൽ മക്കളെ കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പുറത്തിറങ്ങി നിന്നിട്ടുണ്ടായിനി. ഇപ്പം മഴയൊന്നുമില്ല കേട്ടോ. നാട്ടിലത്തെ പോലെ ഇവിടെ ഇങ്ങനെ അടുപ്പിച്ചിങ്ങനെ മഴ പെയ്യൂല. എന്താ പറയുക, ഇപ്പം കണ്ടാൽ രാവിലെ മഴ പെയ്തെന്ന് തോന്നുകയില്ല കേട്ടോ. ആ ഒരു ഇതാണുള്ളത്. പിന്നെ ഓരോ ഡ്രസ്സ് മാറ്റലൊക്കെ കഴിഞ്ഞ് വന്നതിൻ്റെ ശേഷം ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുകയാണ്. അപ്പം മക്കൾക്ക് ഈ ഒരു പിങ്ക് കളറിലുള്ള ദോശയൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടോ. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞേരാണ് കേട്ടോ ജോയ്മോൻക്ക് ഫുഡ് കൊടുക്കുന്നത്. ചിലപ്പോൾ ഓൻ നമ്മളെ കൂടെ ഇരുന്നിട്ട് ഒറ്റയ്ക്ക് അങ്ങനെ തിന്നല. അങ്ങനെ ഫുഡ് കഴിച്ച പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞേരെ കുറച്ച് ഡ്രസ്സ് ഉണ്ടായിന് കേട്ടോ മടക്കി വെക്കാൻ. ഇതൊക്കെ ഞാൻ അധികം രാവിലെയാണ് കേട്ടോ ചെയ്യല്. ഇന്ന് ഞാൻ പറഞ്ഞല്ലോ മടി പിടിച്ച് അങ്ങനെ ഇരുന്നുകൊണ്ട് ഇതൊന്നും ചെയ്തിട്ടില്ല. ഇത് ഇപ്പോഴും കൂടെ ചെയ്യാതെ പിന്നെ ചെയ്യാന്ന് പറഞ്ഞ് അങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് പണി കൂടെ ഉള്ളൂ. മടക്കി വെക്കാൻ ഒരുപാടുണ്ടാവും. ഓരോ ദിവസത്തതോ അപ്പം തന്നെ മടക്കി വെക്കാണ് കേട്ടോ നല്ലത്. അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര മടിയാവും മടക്കി വെക്കണ കാര്യം. ഞാൻ ഓരോ ദിവസത്തത് അന്ന് തന്നെ മടക്കി വെക്കാൻ വേണ്ടിയിട്ട് നോക്കലുണ്ട് കേട്ടോ. പിന്നെ മടക്കി വെക്കുമ്പോൾ നല്ലപോലെ തന്നെ മടക്കി വെക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അങ്ങനെയൊക്കെ ആകുമ്പോൾ കബോർഡ് നല്ല നീറ്റായിട്ട് കാണുമല്ലോ. എൻ്റെ മക്കളെ കബോർഡ് ഭയങ്കരമായിട്ട് വലിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. ഞാനിങ്ങനെ നന്നാക്കും, ഓരോ അത് അടിയിൽ നിന്നൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് വലിച്ചിടും. ഇപ്പം ഞാൻ ഓരോ കൊണ്ട് തന്നെ നന്നാക്കിപ്പിക്കും കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്താ ചായ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. ചായ ഇക്കാക്ക് മാത്രം മതി, എനിക്കും മക്കൾക്കൊന്നും വേണ്ട. അപ്പോൾ ഇതാ ചായ കൂട്ടാൻ ഞാൻ അരിയുണ്ട ഉണ്ടാക്കിനി. അപ്പോൾ അതും ചായയാണ് കേട്ടോ കുടിച്ചത്. അരിയുണ്ട ജയമോക്കും ദിയമോക്കും മോൻക്കൊക്കെ ഇഷ്ടമാണ്, അതുകൊണ്ട് അതിങ്ങനെ ഇടയ്ക്ക് ഉണ്ടാക്കി വെക്കല. പിന്നെ മക്കൾക്ക് പഠിക്കാനൊക്കെ ഉണ്ടായിനി. അത് കഴിഞ്ഞതിൻ്റെ ശേഷം ജോയ്മന് ഭയങ്കര കച്ചറ. ഓനക്ക് ലോലിപോപ്പ് വേണമെന്ന് അറിഞ്ഞിട്ട് അപ്പോൾ നമ്മൾ അടുത്തൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, അവിടേക്ക് വന്നതാണ്. അപ്പോൾ ഡ്രസ്സൊന്നും മാറ്റിയിട്ടില്ല കേട്ടോ. വീട്ടിലിട്ട ആ ഡ്രസ്സോടെയാണ് ജോയ്മോനും ജയമോളൊക്കെ വന്നിട്ടുള്ളത്. അവിടെ എത്തിയാൽ പിന്നെ ലോലിപോപ്പ് എവിടെ ഉള്ളത് എന്നൊക്കെ അവനക്ക് കറക്റ്റ് അറിയാം. ആ സൈഡിലേക്കാണ് കേട്ടോ നടന്നു പോവുക. ജോയ്മോന് വിചാരിച്ച ലോലിപോപ്പ് കിട്ടിയപ്പോൾ അവന് സമാധാനമായി. അങ്ങനെ അതൊക്കെ വാങ്ങിയിട്ട് നമ്മൾ വീട്ടിലേക്ക് പോയി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി പുതുതായിട്ടുള്ള ആരെങ്കിലും വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസും ചാനലൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പ്രീവിയസ് വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു, ബൈ.